ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെ ഫോണിലേക്ക് വിളിച്ച അഡ്വക്കേറ്റ് പറയുന്നു, നിധി നാളെ നിങ്ങളുടെ കേസിന്റെ ഹിയറിംഗ് രാവിലെ 10 മണിയോടെ കോടതിയിലെത്തണം, മറക്കരുത്. ഇത് കേട്ട് നിധി പറയുന്നു, അയ്യോ മാം, നാളെ ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റിയെന്ന് വക്കീല് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഓഫീസിലൊരു അത്യാവശ്യമുണ്ട്. ഇത് കേട്ട് വക്കീല് പറയുന്നു, ഇവിടെ വലിയ സമയം എടുക്കില്ല. അപ്പൊ നിധി പറയുകയാണ്, അതല്ല മാം, 11 മണിക്ക് ഷാർപ്പ് തന്നെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. 10 മണിക്ക് തയ്യാറായിരിക്കേണ്ടി വരും. ജോലിക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യമായി ക്ലയന്റിന് മുന്നിൽ പ്രസന്റേഷൻ ചെയ്യാനുള്ള അവസരമാണിത്. ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഇത്തവണയൊന്ന് മാറ്റിവെക്കാൻ പറ്റുമോ? ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുന്നു, ഓക്കെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് ടൈം എന്തായാലും ഹാജരാകണം. ഓക്കെ മാമിന് നിധി പറയുമ്പോൾ അഡ്വക്കേറ്റ് പറയണം, അടുത്ത തവണ തീയതി കോർട്ടിൽ നിന്ന് അറിയിക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓഫീസിൽ ആ ദിവസം നേരത്തെ ലീവ് അപേക്ഷിച്ച് വെക്കുകയും വേണം. ഓക്കെ മാമിന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് നിധി. തുടർന്ന് എല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, ചായ എടുക്കട്ടെ? ചായ എടുക്കാൻ സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചായ കൊണ്ട് കൊടുക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലല്ലായിരുന്നോ? അപ്പൊ സുധീഷ് പറയണ, അതേടാ, എന്തൊരു ഉപ്പായിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയതിൽ ഞാൻ വിഷമിച്ചു പോയി. അപ്പൊ നികേഷ് പറയണ, കേട്ടില്ലേ സുഭാഷേട്ടാ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞതാ. സുഭാഷേട്ടൻ അത് വിശ്വസിച്ചില്ല. അപ്പൊ സുഭാഷ് ചോദിക്കണ, എടാ ഹരീഷ്, ഉപ്പ് കൂടുതലായിരുന്നോടാ? നീ നന്നായിട്ട് കഴിച്ചായിരുന്നല്ലോ. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷേട്ടാ, ഉപ്പ് കുറച്ച് കൂടുതലായിരുന്നു. ഇത് കേട്ട് സുധീഷ് പറയണ, കുറച്ചോ? സുഭാഷേട്ടാ, കറിയിൽ ഉപ്പിട്ടതാണോ അതോ ഉപ്പി കറി ഒഴിച്ചതാണോ എന്ന് പോലും അറിയില്ലായിരുന്നു, അത്രയ്ക്കുപ്പായിരുന്നു. അപ്പൊ നിധി പറയണ, കുറച്ച് ഉപ്പ് കൂടിപ്പോയി, അതിനിപ്പോ എന്താ? ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, നികേഷ്, നിധിയുടെ ലഞ്ച് ബോക്സിങ് എടുത്തേ. ലഞ്ച് ബോക്സ് എടുത്ത് നോക്കി നികേഷ് പറയണ, ഏട്ടത്തി ഭക്ഷണം കഴിച്ചില്ല അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ഞാൻ കഴിച്ചായിരുന്നു, കുറച്ച് കഴിച്ചായിരുന്നു. ഫ്രണ്ട്സിന്റെ ഭക്ഷണം ഷെയർ ചെയ്തു, ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ് ലഞ്ച് ബോക്സിൽ നോക്കി സുധീഷ് പറയണ, ഒരു വായി വെച്ചിട്ടുണ്ട്. ഉപ്പ് കൂടുതലാണെന്ന് മനസ്സിലായ ഉടനെ അടച്ചു വെച്ചിട്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം ഭക്ഷണം കഴിച്ചു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിധി? ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരനോട് സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ, ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലായിരുന്നു. അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ നിന്റെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല, ഞാൻ കടയിൽ വെച്ച് കഴിച്ചിട്ടാവാൻ. ഹരീഷ് ചോദിക്കണ, സുഭാഷേട്ടൻ ഉണ്ടാക്കിയത് സുഭാഷേട്ടൻ തന്നെ കഴിച്ചില്ലേ? കഴിച്ചിരുന്നെങ്കിൽ സുഭാഷേട്ടൻ തന്നെ മനസ്സിലായനെ. അപ്പൊ സുധീഷ് പറയണ, എടാ, നീ അറിഞ്ഞില്ലേ, സുഭാഷേട്ടൻ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടു പോകുന്ന ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഉച്ച സമയത്ത് വിവിധ തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ വരാറുണ്ട്. ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ നികേഷ് പറയണ, അതുകൊണ്ടാണല്ലേ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊന്നും സുഭാഷേട്ടൻ അധികം ശ്രദ്ധിക്കാത്തത്. അപ്പൊ സുഭാഷ് പറയണ, എടാ, അങ്ങനെയൊന്നും അല്ലടാ, ഉപ്പിന് വേറെ സ്പൂൺ ഇട്ടിരുന്നു, കറക്റ്റ് അളവ് അറിയില്ലായിരുന്നു, അളവ് തെറ്റിയിട്ടതാ. ഭാസ്കരൻ ചോദിക്കുന്നത്, നിനക്ക് ആരാടാ ഭക്ഷണം കൊണ്ടുതരുന്നത്? അപ്പൊ സുധീഷ് പറയണ, അതറിയില്ലേ, മലയാളം ഹിന്ദി സംഗമം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. ചാന്ദിനി വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സുഭാഷേട്ടന് കൊണ്ട് കൊടുക്കുന്നതും അത് കഴിച്ചിട്ട് സുഭാഷേട്ടൻ ബഹുത്ത് അച്ചാന്ന് പറഞ്ഞ് ചാന്ദിനി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പോയാൽ നമുക്കിനി ചപ്പാത്തി റൊട്ടിയായിരിക്കും. നികേഷ് പറയണ, സുഭാഷേട്ടന്റെ പ്രേമം ഒരു ഭാഗത്തോടെ വെക്കോട്ടെ, അതുകൊണ്ട് ഈ ചപ്പാത്തിയും റൊട്ടിയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഭാസ്കരൻ പറയുന്നു, ചുമ്മാതിരിക്കടാ. അപ്പൊ നിധി പറയാണ്, സുഭാഷേട്ടനും ചാന്ദിനിയും കൂടി സംസാരിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ കല്യാണത്തിലെ ഇത് ചെന്ന് അവസാനിക്കുന്ന നിങ്ങൾ തീരുമാനിക്കണ്ട. പ്ലസും മൈനസും ഒക്കെ ആലോചിച്ച് സുഭാഷേട്ടൻ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പൊ സുധീഷ് പറയണ, എന്താ നിധി പറയുന്നത്? സുഭാഷേട്ടനെ ഒന്ന് നോക്ക്, ചിരി അടക്കി പിടിക്കാനാകാതെ നിൽക്കുന്നത്. സുഭാഷേട്ടാ, എനിക്ക് വേണ്ടി ഒരു 10 സെക്കൻഡ് ചിരിക്കാതെ നിൽക്ക്, നോക്കട്ടെ. ഇത് കേട്ട് സുഭാഷ് ചിരിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് സുഭാഷിനെ നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഒന്ന് പോടാ. അപ്പൊ സുധീഷ് പറയണ, കണ്ടില്ലേ നിധി, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇനിയും പ്രേമം 2 കല്യാണമാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ, ആ ഹിന്ദിക്കാരി പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ പോവുകയാണോ? അതൊന്നും ഇതുവരെ തീരുമാനമായില്ലാന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയണ, ഇവന്റെ ചിരി കണ്ടാൽ അറിയാലോ, പറയടാ. സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ ഭാസ്കരൻ പറയണ, അത് ശരിയാകില്ലടാ, ആ പെണ്ണിനെ ഒന്നും നീ കല്യാണം കഴിക്കണ്ട. ഹരീഷ് ചോദിക്കുന്നു, എന്തുകൊണ്ട് ശരിയാകില്ല? ഭാസ്കരൻ പറയണ, ആ പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ആ കുട്ടി സംസാരിക്കുന്ന ഭാഷ ഇവൻ അറിയോ? ഇവൻ ആ കുട്ടിയുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയോ? അവരുടെ സംസ്കാരം വേറെ, നമ്മുടെ സംസ്കാരം വേറെ. ഇന്ന് കാണാൻ എല്ലാം കൊള്ളായിരിക്കും, പക്ഷെ നാളെ അത് ശരിയാകില്ല. അതുകൊണ്ടാ പറയുന്നത്, ശരിയാകില്ലെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, അതെ, അനുഭവസ്ഥനല്ലേ പറയുന്നേ. അപ്പൊ ഭാസ്കരൻ പറയണ, എടാ, ഞാൻ പറയുന്ന കേക്ക്, ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കുകയൊന്നും വേണ്ട. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, അത് പറയാൻ നിങ്ങൾ ആരാ? സുഭാഷേട്ടന് വേണ്ടി ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സുഭാഷേട്ടൻ ചാന്ദിനിയെ കല്യാണം കഴിക്കൂ എന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ കല്യാണം നടത്തും. നിങ്ങളുടെ സമ്മതത്തിന് വേണ്ടി ഞങ്ങൾ ആരും കാത്തു നിൽക്കില്ല. അപ്പൊ ഭാസ്കരൻ പറയണ, സുഭാഷേ, ഞാൻ പറഞ്ഞത് നിന്റെ നല്ലതിന് വേണ്ടിയാ, പിന്നെ നീ ആയിരിക്കും കിടന്ന് കഷ്ടപ്പെടുക. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടാ, അയാളെ അയാളുടെ വഴിക്ക് വിട്ടേര്. സുഭാഷേട്ടൻ ചാന്ദിനിയെ പ്രേമിച്ചു. ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടന്റെ ഒരു നാണം കണ്ടില്ലേ? ഇത് കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് സുഭാഷിനെ നോക്കുമ്പോൾ ചുമ്മാ തിരിക്കിടാന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധിയും സുധീഷും ഹോളിലിരിക്കുമ്പോൾ ഹരീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും വണ്ടി 21-ാം തീയതി തരാമെന്ന് പറയുകയുമാണ് ഹരീഷ്. അപ്പൊ അയാൾ പറയുന്നു, നാളെയല്ലേ 21? ഇത് കേട്ട് ഹരീഷ് പറയണ, ശരിയാണല്ലോ, എങ്കിൽ പിന്നെ നാളെ വന്നാൽ മതി. അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എടാ, നാളെ 21ആണോ? വിധി, നാളെ നമ്മള് കോടതിയിൽ പോകേണ്ടതല്ലേ, മറന്നുപോയോ?
നാളെയാണല്ലോ ഹിയറിംഗ് എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ്ടായിരുന്നു ഇവിടെ ഇനിയും പോകാന്ന് പറയോ. നിധി എനിക്ക് ജോലി ഉണ്ടായിരുന്നു, രാവിലെ പോയാൽ വരാൻ വൈകുന്നേരം ആകും. ഇപ്പോ ഈ ലാസ്റ്റ് മിനിറ്റില് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നിധി ഞാൻ മറന്നുപോയി, നിധി നേരത്തെ എന്നോട് പറയേണ്ടതായിരുന്നു. നാളെ ഞാൻ വരുന്നത് കുറച്ച് പാടാ. അപ്പൊ നിധി സുധീഷ് ഞാനും പോകുന്നില്ല, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അഡ്വക്കേറ്റ് വിളിച്ച് ഓർമ്മിപ്പിച്ചപ്പോഴാ ഞാനും ഓർത്തെ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കാനുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് ലീവ് എടുത്തിട്ടുണ്ട്. നാളെ കൂടെ ലീവ് പറഞ്ഞ് കോർട്ടിലൊന്നും പോകാൻ പറ്റില്ല. ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയണ നല്ല കാര്യമാണല്ലോ. അപ്പൊ നിധി നാളെ കോർട്ടിലേക്ക് പോകുന്നില്ല. അപ്പൊ നിധി ഇല്ല സുധീഷിനോട് പോയിട്ട് വരാൻ പറയാൻ വേണ്ടി വിചാരിച്ചതാ. ഇത് കേട്ട് സുധീഷ് നിധി പോകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ. അപ്പൊ നിധി പറയുന്നു ആരെങ്കിലും ഒരാൾ പോകണ്ടേ സുധീഷ്, അഡ്വക്കേറ്റും ആരെങ്കിലും ഒരാൾ വരാൻ പറഞ്ഞു. സുധീഷ് നിധിക്കല്ല ഡിവോഴ്സ് വേണ്ടത്, നിധി പോകുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പോകുന്നത്, എനിക്ക് നാളെ ജോലിയുണ്ട്, എനിക്ക് പോകാൻ പറ്റില്ല. ഇത് കേട്ട് നിധി പറയുന്നു ശരി ഓക്കെ വിട്ടേര്. പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ ഒന്നും പറഞ്ഞില്ലല്ലോ, വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗായത്രി. കോള് കണ്ട് ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടാ ദേ ഫോൺ വരുന്നു. അപ്പൊ സുധീഷ് ഗായു ആണല്ലോ. നിധി ഗായത്രിയെ വിളിക്കുന്നേ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി ചോദിക്കുന്നു അതെന്തിനാ എന്നോട് പറയുന്നേ. അങ്ങനെ നിധി ദേഷ്യത്തോടു കൂടി റൂമിനകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. സുധീഷ് എടാ അവളുടെ ദേഷ്യം കണ്ടില്ലേ, നാളെ കോർട്ടില് സെക്കൻഡ് ഹിയറിംഗ്, അവളെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ, അതിന് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവള് ജോലിക്ക് പോകാൻ തീരുമാനിച്ചില്ലേ, അതിന്റെ അർത്ഥം എന്താടാ. അപ്പൊ ഹരീഷ് എന്തർത്ഥം, ജോലി ഉണ്ടെന്ന് ഏട്ടത്തി തന്നെ പറഞ്ഞില്ലേ. സുധീഷ് ഇതിനേക്കാളും പ്രധാനപ്പെട്ട എന്ത് ജോലിയാടാ, ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് അവള് വഴക്കുണ്ടാക്കിയല്ലേ. നാളെ ഹിയറിംഗ് ആയിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. അവക്ക് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഇഷ്ടമല്ലടാ, അവക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അങ്ങനെയാണോ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് നീ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ഓർമ്മ വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളാനല്ലേ പറഞ്ഞത്, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുടനെ ശരി ഓക്കെ എന്നും പറഞ്ഞു. എന്താണെങ്കിലും അവളൊരു പെണ്ണല്ലേ, കുറച്ചു നാളായിട്ട് അവക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. നീ വേണമെങ്കിൽ നോക്കിക്കോ, അടുത്ത ഹിയറിംഗിനും അവള് പോകില്ല, പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ഒക്കെ വേണ്ടാന്ന് പറയും. ഇത് കേട്ട് ഹരീഷ് സുധീഷ് ഏട്ടൻ പറഞ്ഞതുപോലെ ഏട്ടത്തിയുടെ മനസ്സിൽ അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ അത് സുധീഷ് ഏട്ടൻ തന്നെ ഇല്ലാതാക്കിക്കോളും. വീണ്ടും സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗായത്രി. ഹരീഷ് ചോദിക്കുന്നു എന്തിനാ സുധീഷ് ഏട്ടൻ ആ പെണ്ണിനോട് സംസാരിക്കുന്നത്. അപ്പൊ സുധീഷ് ഗായത്രി എന്നുള്ള പേര് കേട്ടപ്പോ തന്നെ അവക്ക് ദേഷ്യം വന്നത് കണ്ടില്ലേ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവൾ എഴുന്നേറ്റ് പോയത്. ഹരീഷ് അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്, ഏട്ടത്തിക്ക് ഇഷ്ടമല്ലെന്ന് മനസ്സിലായില്ലേ, പിന്നെന്തിനാ അത് തന്നെ ചെയ്യുന്നേ. ഒരു ചെറിയ സഹതാപം സുധീഷ് ഏട്ടനോട് ഏട്ടത്തിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കുമല്ലോ. അപ്പൊ സുധീഷ് എടാ ഇത് അങ്ങനെയല്ലടാ, പെണ്ണുങ്ങൾക്ക് നമ്മൾ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ വില അറിയില്ല, ഞാൻ അകന്നു നിൽക്കുമ്പോൾ അവള് വില അറിയും. എന്റെ വാല്യൂ അവൾ അറിയണമെങ്കിൽ ഗായത്രിയോട് സംസാരിച്ചേ പറ്റൂ. എന്റെ പ്ലാൻ വർക്കാവുന്നുണ്ട്. വീണ്ടും ഗായത്രി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഓ ഇവിടെ കാര്യം, ഇവക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ്. സുധീഷൻ എവിടാണെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ സുധീഷ് ഞാൻ വീട്ടിലുണ്ട്. ഗായത്രി ചോദിക്കുന്നു കഴിച്ചായിരുന്നോ. സുധീഷ് ആ കഴിച്ചു. ഗായു കഴിച്ചോ. അപ്പൊ ഗായത്രി ഞാൻ കഴിച്ചു സുധീഷ് ഏട്ടാ, ചപ്പാത്തിയും കറിയും കഴിച്ചു. ഗായത്രി കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ സുധീഷിനോട് പറയുകയാണ്. ഈ സമയം നിധി അവിടേക്ക് വരികയാണ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നു. സുധീഷ് ചോദിക്കുന്നു ഓ എനിക്ക് വേണ്ടി അമ്മയുടെ കോള് കട്ട് ചെയ്തിട്ട് വന്നതാണോ ഗായു, എന്തിനാ ഗായു ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അമ്മയുടെ കോളൊന്നും കട്ട് ചെയ്യണ്ട, ഞാൻ അതിലൊന്നും തെറ്റിദ്ധരിക്കില്ല. ഇത് കേട്ട് ഗായത്രി ഓ സോ സ്വീറ്റ്. അപ്പൊ സുധീഷ് ഗായു ഞാനല്ല സ്വീറ്റ്, ഗായു ആ സ്വീറ്റ്. അപ്പൊ ഗായത്രി അല്ല സുധീഷേട്ടനാ സ്വീറ്റ്. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി അടുക്കളയിലേക്ക് പോവുകയാണ് നിധി. നിധിയെ കാണിക്കാനായി ചിരിച്ച് സംസാരിക്കുകയാണ് സുധീഷ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ഹരീഷ്. സുധീഷ് നേരെ കാണണമെന്നോ, നാളെ കാണാം, ഞാൻ മറക്കത്തില്ല, ഉറപ്പായിട്ടും കാണാം. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി വെള്ളവും എടുത്ത് റൂമിനകത്തേക്ക് കയറി വാതില് വലിച്ചടയ്ക്കുകയാണ് നിധി. ശരി ഗായു എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്ത് ഹരീഷിനോട് പറയുകയാണ് കണ്ടില്ലടാ അവളുടെ ദേഷ്യം, ഞാൻ പറഞ്ഞില്ലേ. ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. തുടർന്ന് സുഭാഷ് അടുക്കളയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാന്ദിനി പുഞ്ചിരിച്ച് ആലോചിച്ച് സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ചാന്ദിനി അയച്ച ലവ് കണ്ട് സന്തോഷത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ്. ചാന്ദിനി ആകാംക്ഷയോടുകൂടി ഫോണിലേക്ക് നോക്കിയിരിക്കുന്നു. ചാന്ദിനി വീണ്ടും ഒരു ലവ് അയക്കുമ്പോൾ സുഭാഷും ഒരു ലവ് അയക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തോടുകൂടി ഹിന്ദിയിലെ മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ട് ചാന്ദിനി ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. സുഭാഷ് ഏട്ടൻ കഴിച്ചു. സന്തോഷത്തോടുകൂടി ചുറ്റും നോക്കി സുഭാഷും വോയിസ് മെസ്സേജ് അയക്കുകയാണ്. ഞാൻ കഴിച്ചു, ചാന്ദിനി കഴിച്ചോ. തുടർന്ന് ചാന്ദിനിയും സുഭാഷും സന്തോഷത്തോടുകൂടി ഫോണിൽ സംസാരിക്കുകയാണ്. നിധി ഹോളിലിരുന്ന ലാപ്ടോപ്പിൽ വർക്കുകൾ ചെയ്യുമ്പോൾ നിധിയെ കാണിക്കാനായി ഗായത്രിയോട് ഫോണിൽ സംസാരിക്കുകയാണ് സുധീഷ്. അവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു എന്താ എടുത്തി, രാത്രിയിലും ജോലിയാണോ. അപ്പൊ നിധി ഒരു ചെറിയ ജോലിയുണ്ട്, ഓഫീസിൽ വെച്ച് തീർക്കാൻ പറ്റിയില്ല, ഇപ്പൊ അത് തീർത്തു വെച്ചാൽ നാളെ ഫ്രീ ആയിട്ടിരിക്കാലോ. അത് ശരി ഏട്ടത്തി, ഞാൻ സുഭാഷ് എന്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. സുഭാഷ് അടുക്കളയിലിരുന്ന് ചാന്ദിനിയുമായി ഫോണിൽ സംസാരിക്കുകയാണ്. ഹിന്ദിയും മലയാളവും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പാചകത്തെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. നികേഷ് അവിടേക്ക് വന്ന് വെള്ളം കുടിച്ചതൊന്നും സുഭാഷ് അറിയുന്നതേ ഇല്ല. റൂമിലേക്ക് വരുന്ന നികേഷ് കാണുകയാണ് ഗായത്രിയുമായി ഫോണിൽ സംസാരിക്കുന്ന സുധീഷിനെ. നികേഷ് സുധീഷിനെയും നിധിയെയും സുഭാഷിനെയും ശ്രദ്ധിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വരുന്ന നികേഷ്
കാണുകയാണ് നീതുവുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന ഹരീഷിനെ. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന നികേഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തു പറ്റിയടാ? അപ്പൊ നികേഷ് പറയണ, എന്തു പറയാൻ ഏട്ടത്തി, എവിടെ നോക്കിയാലും ഓരോരുത്തരും ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, നീ ആരുടെ കാര്യമാണ് പറയുന്നത്? അപ്പൊ നികേഷ് പറയണ, എല്ലാവരുടെയും കാര്യമാണ് ഏട്ടത്തി. സുഭാഷേട്ടനോട് സംസാരിക്കാമെന്ന് കരുതി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ സുഭാഷേട്ടൻ ചാന്ദിനിയുമായി ഫോണിൽ സംസാരിക്കുന്നു. കറികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെയാ പറയുന്നത്. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ നികേഷ് പറയണ, സുധീഷേട്ടൻ റൂമില് ആ ഗായത്രിയുമായി സംസാരിക്കുന്നു. ചിരിച്ചു ചിരിച്ച സംസാരം. ഇത് കേട്ട് നിധി മനസ്സിൽ പറയണ, വീണ്ടും വിളിച്ചോ? അങ്ങനെ നിധി സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. നിധി തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സുധീഷ് ചോദിക്കുന്നു, ഗായത്രി എന്താ പറഞ്ഞേ? സിനിമ കാണാൻ പോണോന്നോ? അതിൽ ഒരു പ്രശ്നവും ഗായത്രി, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. പുറത്തേക്ക് ചെന്നപ്പോൾ ഹരീഷ് ഏട്ടനും നീതുവും കൂടി സംസാരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുക. എനിക്ക് മാത്രം സംസാരിക്കാൻ ആരുമില്ല. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഭാസ്കരൻ പറയണ, എനിക്കും സംസാരിക്കാൻ ആരുമില്ല. ആരാടെ ഈ ഗായത്രി? അപ്പൊ നിധി പറയണ, ഞങ്ങൾക്ക് അങ്ങനെ അറിയാനാ? അച്ഛൻ തന്നെ മകനോട് ചോദിക്ക്. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, ഞാൻ ചോദിച്ചാൽ ഉടനെ അവൻ മറുപടി പറയും. അപ്പൊ നികേഷ് പറയണ, നിങ്ങളുടെ മകനല്ലേ, നിങ്ങളെ പോലെയല്ലേ ആകൂ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, ഞാൻ ലോറി ഓടിക്കും, അവൻ ലോറി ഓടിക്കൂ. അപ്പൊ നികേഷ് ചോദിക്കണം, നിങ്ങൾ ലോറി ഓടിക്കുമ്പോൾ എന്റെ സുധീഷ് ഏട്ടൻ എന്താ ലോറി ഓടിക്കാതിരിക്കൂ? ഭാസ്കരൻ പറയണ, ലോറിയും കാറും ഒന്നാണോടാ? ടൺ കണക്കിന് ലോഡുമായിട്ടായിരിക്കും ലോറി മല കയറി പോകുന്നത്. ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല പണ്ടത്തെ സ്റ്റിയറിംഗ്, നന്നായിട്ട് തിരിക്കണമായിരുന്നു. നിധി പറയുന്നു, നികേഷ് നീ മിണ്ടായിരിക്കടാ. ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ നീ ലോറി ഓടിക്കോ? പുഞ്ചിരിച്ച നിധി പറയണ, ലോറിയല്ലേ, ഞാൻ ഓടിക്കും, ട്രെയിനും ഓടിക്കാറുണ്ട്. തക്കലയിൽ വെച്ച് ഞാൻ ട്രെയിൻ ഓടിക്കുകയായിരുന്നു. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കണ, ട്രെയിൻ ഓടിക്കാൻ എളുപ്പമല്ലേ, ഒരു ബട്ടൺ അമക്കി വിട്ടാ പോരെ, അത് തന്നെ പൊയ്ക്കോളൂ. ഭാസ്കരൻ കുടിച്ചിട്ടുണ്ട്, അവനോട് എന്ത് വേണമെങ്കിലും പറയാന്നാണോ വിചാരം? ഇങ്ങനെ പോയാ നീ എയറോപ്ലെയിൻ ഓടിക്കുമെന്ന് പറയല്ലോ. ഇത് കേട്ട് നിധി പറയണ, അതൊക്കെ ഓക്കെ, ഒരുപാട് നേരമായല്ലോ ആ റേഡിയോയുമായിട്ട് ഇരിക്കുന്നു, അത് ഓൺ ആകുന്നില്ലേ? ഭാസ്കരൻ ചോദിക്കണ, ഓൺ ആകാതിരിക്കാൻ എന്താ? ഈ ഭാസ്കരൻ കൈവച്ചാൽ ഏത് ഓൺ ആകും. അങ്ങനെ ഭാസ്കരൻ റേഡിയോയിൽ പാട്ട് വെക്കുകയാണ്. ഈ റേഡിയോക്ക് എത്ര പ്രായം ഉണ്ടെന്ന് അറിയുമോന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ, റേഡിയോക്കൊക്കെ പ്രായം ഉണ്ടോന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കണ, മനുഷ്യന് മാത്രമേ പ്രായമുള്ളൂ. 3 മാസം കഴിയുമ്പോൾ ഇതിന് 28 വയസ്സ് കഴിഞ്ഞ് 29 വയസ്സാകും. ഇനി കേട്ട് നിധി പറയണ, 3 മാസം കഴിയട്ടെ, നമുക്ക് ഇതിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം, കേക്ക് മുറിച്ച് ആഘോഷിക്കാം. ഈ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് കാണിക്കുകയാണ്. ഭാസ്കരൻ പറയണ, നല്ല പാട്ട് കേൾക്കട്ടെ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഭാസ്കരൻ പുറത്തേക്ക് പോകുന്നു. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി, വീട്ടിലെല്ലാവരും ഇങ്ങനെ ഫോണുമായിട്ട് നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനും പെട്ടെന്ന് ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഗേൾ ഫ്രണ്ടിനെ കിട്ടി ഞാൻ ബിസി ആയാൽ ഏട്ടത്തി എന്ത് ചെയ്യും? പാവല്ലേ ഏട്ടത്തി. ഇത് കേട്ട് നിധി ചോദിക്കാണ്, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? പഠിക്കുന്നത് നിനക്ക് എന്തിനാണ് ഗേൾ ഫ്രണ്ട്? ഗേൾ ഫ്രണ്ട് ഉള്ളവരെല്ലാം കഷ്ടപ്പെടുന്നത് നീ കണ്ടില്ലേ? വഴക്കെല്ലാം ഉണ്ടായാൽ പെണ്ണുങ്ങളൊക്കെ ദേഷ്യപ്പെടുന്നത് നിനക്ക് അറിയില്ല. അവരെ സമാധാനിപ്പിക്കുന്നത് തന്നെ വലിയ ജോലിയാ. ഇത് കേട്ട് നികേഷ് ചോദിക്കണേ, ഏട്ടത്തി, ഒരു പെണ്ണായിട്ട് ഏട്ടത്തി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? അപ്പൊ നിധി പറയണ, അതുകൊണ്ടാ ഞാൻ പറയുന്നത്, പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. നീ അതുകൊണ്ട് അതുവരെ സമാധാനമായിട്ട് ഇരിക്കാൻ നോക്ക്. നികേഷ് പറയണ, അവരെല്ലാവരും നല്ല സന്തോഷത്തിലാ, സുഭാഷേട്ടനൊക്കെ ചിരിച്ചു ചിരിച്ച് സംസാരിക്കുന്ന ഒന്ന് കാണണം. അപ്പൊ നിധി പറയണ, തുടക്കത്തിൽ അങ്ങനെയൊക്കെയാണ്, പോകെ പോകെ ശരിയായിക്കോളും. നികേഷ് പറയണ, അത് ശരിയാ, ഹരീഷേട്ടനും നീതുവും നന്നായി സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ വഴക്കടിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ കഷ്ടപ്പെടും ഏട്ടത്തി. ഈ സമയം ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുകയാണ്, ഗായു, ഞാൻ ഫോണിൽ സംസാരിച്ച് ചാർജർ തീരാറായി, ചാർജർ എടുക്കാൻ വന്നതാ, ഞാൻ ചാർജ് ചെയ്തോണ്ട് സംസാരിക്കും. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി നിധി പറയണ, ഇയാള് വലിയ ഇറിറ്റേഷനാ. നികേഷ് പറയണ, കാണുമ്പോ തന്നെ ദേഷ്യം വരുന്നുണ്ടല്ലോ ഏട്ടത്തി. അതേന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടു കൂടി ഫോണിൽ സംസാരിക്കുന്ന സുധീഷിനെ നോക്കുകയാണ്. സുധീഷും ഇടയ്ക്കിടയ്ക്ക് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്